Higher Secondary First Terminal Second Year Examination 2018-19 ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒന്ന് നോക്കാം. ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 6 ഉത്തരം എഴുതിയാൽ മതി. 6 മാർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിംഗ് ഇലക്ട്രോൺ പ്രൊഡ്യൂസസ് ഡാഷ് ഫീൽഡ്. മൂവിംഗ് ഇലക്ട്രോൺ പ്രൊഡ്യൂസസ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. Second question, write down the SI unit of electric flux. വോൾട്ട്മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം ഇസ് ദ പ്രൂഫ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് ഡൈപോൾസ് ഓൺലി. ഇത് ഡിലീറ്റഡ് ആണ്, അത് ഒഴിവാക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കപ്പാസിറ്റർ ഈസ് സ്റ്റോർഡ് ഇൻ electric field between the plates. ആറാമത്തെ ചോദ്യം, a wire of length L and resistance R is cut into 2 equal halves of the same length. അങ്ങനെയാണെങ്കിൽ the resistance of each half will be R by 2. റെസിസ്റ്റൻസ് കുറയും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, when a magnetic needle is placed in a non-uniform magnetic field it experience force and torque. ഇതോടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുകയാണ്. ആൻസർ എനി 7 ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 15. ഈച്ച് ക്യാരി 2 scores. ആദ്യത്തെ ചോദ്യം, എ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the total electric flux associated with any closed surface which encloses some charges Q is equal to 1 by epsilon 0 times the amount of charge enclosed. Adile B question, figure shows 4 charged spheres and the Gaussian surface S. Find the net electric flux through the surface given. ഇപ്പോൾ ചാർജ് ഇതാണ്, Q1 Q4 ന് ഈക്വൽ ആണ്. അത് എത്രയാണ്? +5 Nc. Q2 Q3ക്ക് ഈക്വൽ ആണ്. അതെത്ര? -3 Nc. ഇതാണ് ഫിഗർ. അപ്പൊ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? Q1 Q4ന് ഈക്വൽ ആയതുകൊണ്ട് Q1ന്റെ ചാർജും Q4ന്റെ ചാർജും +5 ന്യൂട്ടൺ കൂളോമാണ്. Q2ന്റെ ചാർജ് Q3യുടെ ചാർജിന് ഈക്വൽ ആണ്. അതെത്രയാണ്? -3 N കൂളോമാണ്. അപ്പൊ ഇനി ടോട്ടൽ ചാർജ് എത്രയാണ് ഗോസിയൻ സർഫസിൽ എൻക്ലോസ് ചെയ്ത ആകെ ചാർജുകളുടെ നെറ്റ് ചാർജ് നോക്കിയാല് 5 = Q inside divided by epsilon 0. ഇനി Q1 + Q2 + Q4. Q3 ചാർജ് ഉണ്ടെങ്കിലും അത് ഗോസിയൻ സർഫസിന്റെ പുറത്തായതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുന്നു. ഡിവൈഡ് ബൈ epsilon 0യുടെ വാല്യൂ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ 0.79 × 10⁻³ കിട്ടും. 10ാമത്തെ ചോദ്യം, Ampere's theorem helps to find the magnetic field in a region around a current carrying conductor. അങ്ങനെയാണെങ്കിൽ write the expression for Ampere's theorem. Second question, a conductor carrying current I current carrying the conductor is bent as shown in the figure. ഇവിടെ കറണ്ട് ഇങ്ങോട്ട് പോകുന്നു, ഉള്ളിലേക്ക് കയറുന്നു, ഇവിടെ കറണ്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ apply Ampere's theorem at the part A shown in the figure. ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിലായിരിക്കും. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ നമ്മുടെ തമ്പിനെ പോയിന്റ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് 0. തിയറത്തിന്റെ എക്സ്പ്രഷൻ ചോദിച്ചാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ വെക്ടർ E ഡോട്ട് വെക്ടർ dl = μ0 epsilon I. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആംപിയേഴ്സ് തിയറം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് ഈ സർക്കിളിൽ. അപ്പോൾ അവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ I enclosed = I + I = 0, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് വെക്ടർ E dot dl = 0. ചോദ്യം, നെയിം 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് the internal resistance of a cell.
nature, concentration of electrolyte, surface area of road, and distance between the roads. B question. The maximum current that can be drawn from a cell is dash. അപ്പോൾ ഓപ്ഷൻ I equal to E by R ആണ് ശരിയായ ഓപ്ഷൻ. The maximum current that can be drawn from a cell is current I equal to E divided by R. R എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്, E എന്ന് പറയുന്നത് EMF. 12ാമത്തെ ചോദ്യം. The behavior of magnetic field lines near a material is given in the figure. അങ്ങനെയാണെങ്കിൽ ഇതാണ് ബിഹേവിയർ. അങ്ങനെയാണെങ്കിൽ the material is paramagnetic. അതിലെ ബി ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 magnetic properties of the above material. ഇതിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ 2 പ്രോപ്പർട്ടീസ് എഴുതാനാണ് ചോദ്യം. Properties of paramagnetic material. They are weakly attracted by magnetic field. In the non-uniform external magnetic field, paramagnetic substances move from a weak field region to a strong field region. അടുത്ത property, a paramagnetic rod sets itself parallel to the field because the field is strongest near the poles. 13ാമത്തെ ചോദ്യം. When a charge Q is moving through a uniform magnetic field B with velocity V, experiences a force. Q എന്ന് പറഞ്ഞ ചാർജ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയ ബിയിലൂടെ V വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഓൺ ദ ചാർജ് ഇൻ വെക്ടർ ഫോം. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഇതാണ്. ഫോഴ്സ് F equal to Q into vector V cross vector B. B question. Say whether the following statement is true or false. എന്താണ് statement? When the charged particle is moving with velocity in a direction perpendicular to the uniform magnetic field, then there is no change in its kinetic energy even if its momentum changes. അപ്പോൾ അത് ട്രൂ ആണ്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഓൺലി ഡയറക്ഷൻ ഓഫ് മൊമെന്റം ചേഞ്ചസ്. വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, then the momentum changes while the total energy remains same. 4ാമത്തെ ചോദ്യം. What do you mean by the power dissipated in a conductor when an electric current is flowing through it? അതിലെ ബി ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻ ദ കണ്ടക്ടർ. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റഡ് ഇൻ 1 second. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് വാട്ട് ഡു യു മീൻ ബൈ ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ എ കണ്ടക്ടർ വെൻ ആൻ ഇലക്ട്രിക് കറന്റ് സെക്കൻഡ്. 2ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. വെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്, charges are moving through the conductor under the action of electric field. Kinetic energy also increases. The charged particles move with a steady drift velocity due to collision. During collisions, the energy will be shared with atoms and they vibrate vigorously. Thus, conductor heats up. 15ാമത്തെ ചോദ്യം. എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ കണ്ടക്ടിംഗ് റോഡ് ഓഫ് ലെങ്ത് 0.45 meter and mass 60 gram is suspended by 2 vertical wires at its ends. A current of 5.0 ampere is set up in the rod through the wires. അങ്ങനെയാണെങ്കിൽ what magnetic field should be set up normal to the conductor in order that the tension in the wires is 0. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. L equal to length of the conductor 0.5 meter ആണ്. Mass of the conductor 60 gram ആണ്. Current of the conductor 5.0 ampere ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന
മാഗ്നറ്റിക് ഫീൽഡ് അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ബി എന്തിന് ഈക്വൽ ആണ്? മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ വെയിറ്റ് ഓഫ് ദ വയർ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് ഈ വയറിന്റെ വെയിറ്റിന് ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. അതായത് ദാറ്റ് ഈസ് BIL ഈക്വൽ ടു mg ആണ്. സോ ബി ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ L. അതായത് ഇത് ഇതിന് ഈക്വൽ ആണെങ്കിൽ കാണേണ്ടത് ബി ആണ്. ബി ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ILനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇനി എന്താ എം കാണുക, അതുപോലെ ഗ്രാവിറ്റി കാണുക, ഡിവൈഡ് ബൈ കറന്റ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ചെയ്താൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് 0.26 എന്ന് കിട്ടും. എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.26 tau normal to the length of the conductor should be set up in order to get zero tension in the wire. The field should be such that Fleming's left-hand rule gives an upward magnitude force. നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും.